തദ്ദേശ തെരഞ്ഞെടുപ്പിനായി മുന്നണികൾ തകൃതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ അവസരത്തിലാണ് BJP നയിക്കുന്ന NDA മുന്നണിയിലെ അവഗണനയും മുന്നണി വിടാനുള്ള നീക്കവും പുറത്തുവരുന്നത്. NDAയിലെ നാടാർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായ കാമരാജ് കോൺഗ്രസ് മുന്നണി വിടാൻ ഒരുങ്ങുകയാണ്. ഇതിന് മുന്നോടിയായി നാടാർ സമുദായ സംഘടനയായ VSDP BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇനിയുള്ള സമയങ്ങളിൽ BJPയുമായി അകലമായിരിക്കണമെന്ന നിങ്ങളുടെ ചർച്ചയുടെ തീരുമാനം ഔദ്യോഗികമായി VSDPയുടെ രാഷ്ട്രീയ സംഘടനയായ കാമരാജ് കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമാകാൻ 5 ആവശ്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചിരുന്നത്. നാടാർ സമുദായ ആത്മീയ ഗുരുവായ വൈകുണ്ഠസ്വാമികളുടെ പേരിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കണം. ഒരു കേന്ദ്ര സർവകലാശാലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകണം. വൈകുണ്ഠസ്വാമിയുടെ പേരിൽ നവോത്ഥാന അവാർഡ് നൽകണം. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കൊന്നിന് വൈകുണ്ഠസ്വാമിയുടെ പേര് നൽകണം. കന്യാകുമാരിയിൽ നിന്നുള്ള ഒരു ട്രെയിനിന് വൈകുണ്ഠസ്വാമിയുടെ പേര് നൽകണം. ഇതിൽ ഒരാവശ്യം പോലും കേന്ദ്രം അംഗീകരിക്കാത്തതാണ് BJP ബന്ധം വിടാൻ കാരണമെന്ന് VSDP ചെയർമാനും കാമരാജ് കോൺഗ്രസ് പ്രസിഡന്റും NDA വൈസ് ചെയർമാനുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. NDA മുന്നണിയിൽ തുടർന്നിട്ട് സംഘടനയ്ക്ക് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന വിലയിരുത്തലാണ് VSDP നടത്തുന്നത്. മുന്നണി ബന്ധം ഉപേക്ഷിക്കുന്ന വിഷയം ഈ മാസം 19-ന് ചേരുന്ന കാമരാജ് കോൺഗ്രസിന്റെ നേതൃയോഗം ചർച്ച ചെയ്യും. അതേസമയം സമുദായ സ്വാധീനത്തിൽ BJPക്ക് കള്ളിക്കാട് പഞ്ചായത്ത് ഭരണം കിട്ടി. കോവളം, പാറശാല, നെയ്യാറ്റിങ്കര, കാട്ടാക്കട, അരുവിക്കര മണ്ഡലങ്ങളിൽ നിർണായക വോട്ട് ബാങ്കായ നാടാർ സമുദായ സംഘടന മുന്നണി വിടുന്നത് BJPക്ക് കനത്ത തിരിച്ചടിയാകും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.